ഞങ്ങൾക്കും പറയാനുണ്ട് ടീമിൽ എത്തിയിരിക്കുന്നത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക സംസ്കൃതിയുള്ളതാണ്. പ്രത്യേകിച്ച് കലയ്ക്ക് പേരുകേട്ടതാണ്. നാടകത്തിൻ്റെ ഈറ്റില്ലമെന്നെല്ലാം ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. ഓണാഘോഷത്തിന് മുന്നേ തന്നെ ഓണാഘോഷം ആരംഭിക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. സമസ്ത മേഖലകളിലും LDF ആണ് ഭരണത്തിൻ്റെ മികവ് പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കും പറയാനുണ്ട്, പറയേണ്ടത് ജനങ്ങളാണ്. അവരിലേക്ക് വല്ലച്ചിറയിലാണ് എത്തിയിരിക്കുന്നത്. വല്ലച്ചിറയിലെ ഒരു ചായക്കടയിലാണ്. എങ്ങനെയുണ്ട് ഇവിടെ? വൈകുന്നേരം രാവിലെ തൊട്ടാണോ വൈകുന്നേരം വരെയാണോ? രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ. വൈകുന്നേരങ്ങളിലുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാണ്? പഴംപൊരി ഉണ്ടാക്കും, ബജ്ജി ഉണ്ടാക്കും, ബജ്ജി പരിപ്പോട, ബജ്ജി ചമ്മന്തി ഉണ്ടാവില്ലേ? ആ ചമ്മന്തി ഉണ്ടാവും. എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടോ? ആ കുഴപ്പമില്ല, തിരക്കില്ല. എന്താ പേരെന്താ? എൻ്റെ പേര് ഗോപി. എൻ്റെ പേര് ജോസ്. എന്താ ചെയ്യണേ? ഈ പന്തലിൻ്റെ പണിയാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ ഇലക്ഷൻ്റെ തിരക്കൊക്കെ ആയോ? ഇവിടെ അത്യാവശ്യം തിരക്കുകളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെ നിർണ്ണയമൊക്കെ കഴിഞ്ഞു. വല്ലച്ചിറയെ സംബന്ധിച്ച് അറിയാൻ പറ്റും, കാർഷിക മേഖലയാണ്. പിന്നെ അതിനല്ല ഓണാഘോഷത്തിന്റെ പേരുകെട്ട നാടാണ് അല്ലേ? നാടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു വല്ലച്ചിറയിൽ വന്നു കഴിഞ്ഞാൽ 10 പേരിലെടുത്താൽ 8 പേര് നടന്മാരെ. ഞാൻ ഗോപി നെരുശ്ശേരി എന്ന് പറഞ്ഞ ആളാണ്, നടനാണ്. എങ്ങനെയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഇതെങ്ങനെയാണ്? വല്ലച്ചിറയിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് കാഴ്ചപ്പാട്? ഈ കഴിഞ്ഞ 5 വർഷം വളരെ പരാജയമായിരുന്നു ഭരണം. അതായത് ഒരു എന്തൊക്കെ പറയുക, എന്തുകൊണ്ടാണ് ഒരു പരാജയം എന്ന് പറയുന്നത്? നമ്മൾ പുതിയ തലമുറകൾ വരുമ്പോൾ അതിനനുസരിച്ച് പുരോഗതിയും വരണം, അതുണ്ടായില്ല. അതായത് വല്ലച്ചിറ കാണുന്ന ആ കാഴ്ചപ്പാട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു മാറ്റം വരുന്നില്ല, ഒരു പുരോഗമനം വരണ്ടേ ഇത്ര കാലം പണിയെടുക്കുമ്പോൾ? അത് കാണുന്നില്ല. ഇവിടുത്തെ റോഡുകൾ മറ്റുള്ള നിലവാരങ്ങളൊക്കെ എങ്ങനെയാണ്? അത് കുറേ സ്ഥലം അവിടുന്ന് മാറ്റം വന്നതുപോലെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇല്ല എന്നും പറയാൻ പറ്റില്ല. കാർഷിക മേഖലയാണ് കൂടുതലായിട്ട്. കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന രീതിയിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൃഷി ചെയ്ത് ഒന്നും നേടിയെടുക്കാനില്ലല്ലോ, നഷ്ടം മാത്രമേ ഉള്ളൂ എല്ലാ കർഷകർക്കും. ഒന്ന് തിരിഞ്ഞു നോക്കി അറിയാം, അല്ലെങ്കിൽ ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കി അറിയാം അല്ലേ? ചോദിച്ചു ഒരു കൃഷിക്കാരൻ പശുവിനെ വളർത്തുന്നു, നെൽകൃഷി, വാഴക്കൃഷി ഒക്കെ എല്ലാ രീതിയിലും പരാജയം. എന്തായാലും നമുക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ ഒരു ചായക്കടയിൽ വന്നതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാൽ കൊടുക്കാൻ വന്നാണോ? അതെ, പാൽ കൊടുക്കാൻ. എത്ര പശുണ്ട്? 10 ഉണ്ട്. 10 പശുണ്ട്. 10 പശുവിന്റെ ആരാണ് ഇതിന്റെ സംരക്ഷണം? ഞാൻ ഹസ്ബൻഡ് കൂടിയിട്ടാണ്. 2 പേരാണ്. അപ്പൊ ഇത് കുട്ടികളൊക്കെ? കുട്ടികൾ ഒരാൾ +2, ഒരാൾ 8ല്. രാവിലെ എത്ര മണിക്ക് എണീക്കും? രാവിലെ ഞങ്ങള് 4 മണിക്ക് മുൻപ് എണീക്കും. 4 മണിക്ക് മുമ്പ് എണീറ്റിട്ട് ആണ് ഇതിന്റെ. അപ്പൊ നിങ്ങൾ ഈ പുല്ല് കാര്യങ്ങളൊക്കെ? പുല്ല് ഞങ്ങൾ തീറ്റപ്പുല്ലുണ്ട്, പിന്നെ വൈക്കോല് സ്റ്റോർ ചെയ്ത് വെക്കും. ഒറ്റ വാക്കി ചോദിക്കാണ്, ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം എന്ന് പറയാൻ പറ്റില്ല, ലാഭമല്ല. ലാഭമുണ്ട്, കുഴപ്പമില്ലാണ്ട് പോകും. എങ്ങനെയുണ്ടായിരുന്നു ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള? പറഞ്ഞുതരാം. നമുക്ക് ഒരു പണിക്കൊരാളെ വെക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഞാനും ഹസ്ബൻഡ് കുടിക്കുമ്പോൾ പുറത്തേക്ക് നമുക്ക് പൈസ പോകണില്ലല്ലോ, കൂലിച്ചെലവില്ല, കൂലിയും അതൊക്കെ ഞങ്ങൾ തന്നെ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ 5 വർഷം ഭരണകാലത്ത് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പശു, അതുപോലെ ധാതു ലവണങ്ങൾ, 5 പശുവിൻ്റെ സ്കീം ഞാൻ 5 പശുവിന് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ പേരിൽ 1 പശു വേറെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ധാതു ലവണങ്ങൾ, തീറ്റ, അങ്ങനെ ഒരുപാട് നമുക്ക് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി കാണുന്നു ഈ കഴിഞ്ഞ 5 വർഷത്തെ? വളരെ നല്ലൊരു ഭരണസമിതി ആയിരുന്നു. നല്ല വികസനങ്ങൾ ഈ പഞ്ചായത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സരിത. സരിതേച്ചി, ഈ രംഗത്തേക്ക് കടന്നു വരുന്ന നിരവധി പേരുണ്ടാവും. അതായത് ഒരു പശു തുടങ്ങി പിന്നെ വീണ്ടും പലരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബമാകുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതെന്നാണ് പറയുന്നത്. ഒരുമിച്ച് നിന്നാലാണ് നടക്കുകയുള്ളൂ. അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രചോദനമാണ് അങ്ങേപ്പോലുള്ള ആളുകൾ. പക്ഷേ ഇതിന് കൂടുതലായിട്ട് കൈത്താങ്ങൽ നൽകേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. പുതിയതായി തിരഞ്ഞെടുത്ത് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാർഷിക മേഖലയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ഷീരമേഖലയായാലും മറ്റ് കാർഷിക മേഖലയായാലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കർഷകർ. അപ്പം ആ ഒരു ഇതിൽ നല്ല രീതിയിൽ, അതെ, നല്ല കാഴ്ചപ്പാടായിരിക്കണം. എന്തായാലും ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചോളൂ. ഈ വല്ലച്ചിറയെ സംബന്ധിച്ച് വല്ലച്ചിറ നാടക ഗ്രാമവും കാർഷിക ഗ്രാമവും ഒക്കെയാണ്. നടൻ വരൂ, നടന്ന് വിളിക്കുന്നത് സ്നേഹം കൊണ്ടാണ് കേട്ടോ. നാടകമൊക്കെ ഉണ്ടോ? നാടകമൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രൊഫഷണൽ ടീമിലാണോ? പ്രൊഫഷണല്ല, ഞങ്ങൾ അമേച്ചർ നാടകങ്ങൾ. ചെറുപ്പം മുതലേ? ചെറുപ്പം മുതലേ 7 വയസ്സ് മുതൽ. 7 വയസ്സ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാം കൊണ്ടും തികഞ്ഞ സംതൃപ്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഇവിടെ റോഡ് വികസനവും മറ്റു വികസന പരിപാടികൾ ഉജ്ജ്വലമായ രീതിയിൽ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. 5 വർഷം ഗംഭീർ മനോജ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ കഴിഞ്ഞ പ്രസിഡന്റ് ആ യൗവനം കറക്റ്റായിട്ട് ആ യൂത്വത്തിൻ്റെ പ്രസരിപ്പ് തീർച്ചയായിട്ടും ഭരണസമിതിയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അതായത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്ന മെമ്പർമാരും
സഹകരിച്ച് ഗംഭീരമായൊരു വികസന പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളതെന്ന് എൻ്റെ വിശ്വാസം മാത്രമല്ല എൻ്റെ ഉറപ്പ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ മേഖലയും ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. എന്തായാലും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ കടന്ന് ഞങ്ങൾ പോവുകയാണ്. നമസ്കാരമുണ്ട്. കച്ചവടമൊക്കെ ഉഷാറായിട്ട് പോകുന്നു അല്ലേ? അതെ. എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ആയോ? തെരഞ്ഞെടുപ്പ് ചൂടായി വരുന്നു. വൃശ്ചികത്തിന്റെ തണുപ്പിലേക്ക് പോവോ? എങ്ങനെയുണ്ട് വല്ലച്ചിറയെ സംബന്ധിച്ച്? വല്ലച്ചിറയെ സംബന്ധിച്ച് ഇവിടെ CPM തന്നെ വരാനുള്ള സാധ്യത 100%. എന്തുകൊണ്ടാണ്? എന്താ വെച്ചാൽ ഇതേമാതിരിയുള്ള ഭരണം ഇവിടെ പിണറായി വിജയൻ കാഴ്ചവെക്കണം. കഴിഞ്ഞ 5 വർഷത്തെ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഈ മോദി സർക്കാർ വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും കേരളത്തിന് വേണ്ടി തന്നില്ല. കേരളത്തിന് തരാനുള്ള ഇത് തരാനിച്ചുണ്ടെങ്കിൽ ഇന്ന് 3000 രൂപ പെൻഷൻ കൊടുത്താനെ തരാനുള്ളത് കിട്ടിയ സഹായം വാഗ്ദാനം അല്ലാണ്ട് ഈ പ്രളയം മറ്റേ ഇതുകളൊക്കെ ഉണ്ടായിട്ടും കോവിഡ് ഇതൊക്കെ വന്നിട്ടും വന്ന് പ്രഖ്യാപിക്കല്ലാണ്ട് 10 പൈസ കേരളത്തിന് വേണ്ടി തന്നില്ല. ആ തരാമെന്ന് പറഞ്ഞ പൈസ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ സഹായം തന്നില്ലെങ്കിലും ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഇന്ന് 3000 രൂപ പെൻഷൻ കൊടുത്താനെ. ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കാഴ്ചപ്പാടെന്താണ്? കാഴ്ചപ്പാട് നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. റോഡുകൾ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ തിരക്കില്ല. ഇതിൽ കുടിവെള്ള ക്ഷാമമൊക്കെ നേരിടുന്ന കുടിവെള്ളം ക്ഷാമമില്ല. എല്ലാ ഭാഗത്തും കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് നല്ല അഭിപ്രായമാണ് ആണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട്? വർക്കൊക്കെ ഉണ്ടോ? വർക്ക് കുഴപ്പമില്ല, തിരക്കിലാണ് പോകുന്നത്. നിങ്ങളെങ്ങനെയാ ഇവിടെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ റോഡൊക്കെ ഇറക്കാനും? എത്ര യൂണിയൻ ഉണ്ട് ഇവിടെ? 3 BMS-ഉം CIT-യും. ADC ഇല്ല? ഇല്ല, 2 യൂണിയൻ. എങ്ങനെ നോക്കണം 5 വർഷത്തെ ഈ ഒരു ചെറുപ്പ പഞ്ചായത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഭരണവും കാര്യങ്ങളും? ഭരണം എന്ന് പറയുമ്പോൾ എന്താ പറയാ, കുഴപ്പമില്ലാണ്ട് പോണു. അത്യാവശ്യം റോഡുകൾ കാര്യങ്ങളൊക്കെ വികസനം കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? വികസനം റോഡ് പണി തന്നെയുള്ള വികസനമായിട്ട് വേറെ ഒന്നും കാണാനില്ല നോക്കിയിട്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു വല്ലച്ചിറ പഞ്ചായത്തിനെ കുറിച്ചൊക്കെ അഭിപ്രായം എന്താ? വല്ലച്ചിറ പഞ്ചായത്തിൽ കുഴപ്പമില്ല, നല്ല കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. കാര്യങ്ങളൊക്കെ വികസനങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഒരു 10-ൽ എത്ര മാർക്കൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് വല്ലച്ചിറയ്ക്ക്? 10-ൽ 10 കൊടുക്കുന്നു അല്ലേ? അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ ഞങ്ങളെ ഇവിടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചേരുതകളൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ. അപ്പം നല്ല കാര്യങ്ങൾ നടത്തി പോകാനായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതികളും അതിൽ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. എതിർക്കലും തർക്കങ്ങളൊന്നും ഇല്ല. പിന്നെ യൂണിയനാണ് ഞങ്ങളെ സംയുക്തമാണ്. തർക്കങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ കുറവുകൾ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതൊക്കെ അടുത്തതിൽ പരിഹരിച്ച് അടുത്ത ഓരോ നാളുകൾ പരിഹാരത്തിലേക്ക് എത്തും, മുന്നോട്ട് വരട്ടെ. എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട്. ഈ സാധാരണ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും ഓരോ യൂണിയനുകൾക്കും പ്രത്യേക ഓഫീസുകളാണ് അല്ലെ? നിങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരുമിച്ച് അത് ഞങ്ങളുടെ BMS-ഉം CIT-യും ഒരുമിച്ചുള്ള ഓഫീസാണ്. അതൊരു പക്ഷേ ഈ നാട്ടിലുണ്ടാവുള്ളൂ അല്ലേ? അപൂർവമാണ്. കാരണം വെച്ചാൽ ഒരുമിച്ച് സഹകരിച്ച് പോകാന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുന്ന കാലഘട്ടത്തിൽ അല്ലേ വ്യത്യസ്തമായ കൊടിയുടെ കീഴിൽ ഭയങ്കരമായിട്ടുള്ള സൗഹൃദത്തോട് പോയിരുന്ന ഒരു പഞ്ചായത്ത് അടക്കമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ മേന്മ ഞങ്ങളുടെ യൂണിയനിൽ ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയപരമായിട്ട് ചേരിതിരിവില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ വികാരമുണ്ടോ? എല്ലാവർക്കും ഉള്ളതാണല്ലോ. അതിപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് ഉണ്ടാവും, മനസ്സിൽ രാഷ്ട്രീയമുണ്ട്. അത് വോട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു കടമയാണല്ലോ. അപ്പോൾ അത് അവരെ വ്യക്തിപരമായ രീതിയിൽ വോട്ട് ചെയ്യുന്നു. ജയിച്ചു വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കട്ടെ. തീർച്ചയായിട്ടും വല്ലച്ചിറയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വല്ലച്ചിറയിൽ ഇവിടെ നമുക്കറിയാം ഒരു യൂണിയൻകാർ തന്നെ വ്യത്യസ്ത യൂണിയൻകാരാണ്. INTUC-യുടെ ഇതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ തന്നെ ഒരേ മുറിയിൽ തന്നെയാണ് ഇവരുടെ സ്ഥാപനങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ തന്നെയാണെങ്കിലും ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഉള്ളിലൊരു വികാരമുണ്ട്, രാഷ്ട്രീയ വികാരം തന്നെയാണ്, അവരവരുടെ വ്യക്തിപരമാണ്. എന്നിരുന്നാൽ തന്നെയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ വ്യത്യസ്തമായ അഭിപ്രായത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങൾക്കും പറയാനുള്ള വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.